ഹായ്, ഞാൻ ഈ സ്പൂണ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ബട്ടർഫ്ലൈ തീം കേക്കിൽ ചെയ്തെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അത് ശരിയാണ് കേട്ടോ. ഞാൻ ഈ സ്പൂണ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു തീം ചെയ്തെടുത്തത്. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ? വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എനിക്ക് ഈ കേക്കിന് ഓർഡർ തരുന്നത് രാഖിയാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് രാഖിയാണ്. അവൾ തലേന്ന് ബർത്ത്ഡേയുടെ തലേന്ന് രാത്രിയാണ് എന്നെ വിളിച്ചിട്ട് പിറ്റേന്നത്തേക്ക് കേക്ക് വേണമെന്ന് പറയുന്നത്. വാനില കേക്കായിരുന്നു പറഞ്ഞത്. അപ്പം ആദ്യം എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, എടാ ബട്ടർഫ്ലൈ തീം ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കളറ് കുഞ്ഞിൻ്റെ ഡ്രസ്സിൻ്റെ കളറ് ചെയ്യാവോ എന്ന് ചോദിച്ചു. അങ്ങനെ അവൾ എനിക്ക് ഡ്രസ്സിൻ്റെ ഫോട്ടോ ഇട്ട് തന്നപ്പോൾ ഞാൻ വണ്ടടിച്ചു പോയി. കാര്യം എല്ലാ കളറും ആ ഡ്രസ്സിനകത്തുണ്ടായിരുന്നു. ഇതിൽ ഏത് കളർ സെലക്ട് ചെയ്യുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടിരിക്കുമായിരുന്നു കേട്ടോ. അവസാനം അവൾ എന്നോട് പിങ്കിൽ ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ നിന്നെക്കൊണ്ട് പറ്റും, നീ ചെയ് എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു കേട്ടോ. അവസാനം ഞാൻ പിന്നെ അവൾ എനിക്കൊരു ഫോട്ടോയും കൂടി ഇട്ട് തന്നു. മുമ്പ് ഞാൻ ഇതേ സെയിം തീം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അപ്പം ഞാൻ പിറ്റേന്ന് രാവിലെയാണ് ഞാൻ കേക്ക് ചെയ്യാൻ തുടങ്ങിയത്. കാര്യം അന്നേരത്തേക്ക് ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് പിറ്റേന്ന് രാവിലെ ആട്ടോ ഞാൻ കേക്ക് മേക്കിംഗ് തുടങ്ങിയത്. അത് നമ്മൾ സ്പഞ്ചെല്ലാം റെഡിയാക്കി പിന്നെ നമ്മൾ ക്രം കോട്ടും ചെയ്ത് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കുമായിരുന്നു. കാര്യം ഫൈനൽ കോട്ട് ചെയ്യേണ്ട ആവശ്യം ഇതിലില്ല. കാര്യം നമ്മൾ ആ ഒരു തീമെന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ക്രീം അതിൽ പോകുന്നുണ്ട്, പുറത്ത് ഒരുപാട് ക്രീം അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്രം കോട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കവർ ചെയ്ത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ക്രീം വെച്ചിട്ട്. അല്ലാതെ ഫൈനൽ കോട്ടായിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പം സെറ്റായിട്ടുള്ള കേക്ക് നമ്മൾ എടുത്തതിന് ശേഷം അതിൻ്റെ ബട്ടർഫ്ലൈ തീം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് കേക്ക് ചെയ്യുന്നതാണ് ഏറ്റവും സിമ്പിൾ. ആ കേക്കിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗത്തോട്ട് നമ്മൾ കത്തി വെച്ചിട്ട് നമ്മൾ മുറിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പം മുറിച്ചെടുത്തതിന് ശേഷം 2 സൈഡിലായിട്ട് നമ്മൾ തിരിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലല്ലേ അതിൻ്റെ ആ ഒരു ചിറക് കറക്റ്റ് രീതിയിൽ കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ കേക്കിന് മുകളിൽ മാർക്കൊക്കെ ചെയ്തതിന് ശേഷം കറക്റ്റ് സെൻറ്ററിൽ കൂടെ 2ആയിട്ട് മുറിച്ചെടുത്തിട്ട് 2 സൈഡായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്തത്. അങ്ങനെ ഓരോ സൈഡിൽ നിന്ന് നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കട്ട് ചെയ്ത് എടുത്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തിൻ്റെ സെൻറ്റർ ഭാഗം നോക്കി നമ്മൾ ജസ്റ്റ് ഒരു എന്താ പറയുന്നത് ഒരു ചെറിയ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാര്യമെങ്കിലേ അതിൻ്റെ ആ 2 പോർഷനായിട്ട് നമുക്കത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് 2 ഭാഗവും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ സൈഡ് നമ്മൾ ക്രീം വെച്ചിട്ട് ചെയ്യുന്നില്ല, അതായത് ഫിനിഷ് ചെയ്യുന്നില്ല. ഫിനിഷ് ചെയ്തെടുക്കാൻ അത് ഭയങ്കര പാടാണ്. നമ്മൾ റൗണ്ട് കേക്കോ അല്ലെങ്കിൽ സ്ക്വയർ കേക്കോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ അതിന് പകരം ചെയ്യുന്നത് പൈപ്പിംഗ് ബാഗ് എടുത്തതിന് ശേഷം അതിൻ്റെ അറ്റം വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. വി ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് നല്ലൊരു ഷേപ്പിൽ നമുക്ക് ക്രീം കിട്ടും. ആ ഒരു ക്രീമാണ് ഞാൻ സൈഡിൽ കൊടുക്കുന്നത്. അപ്പം ഒരു പ്രത്യേക ഒരു ഡിസൈൻ ആ സൈഡിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ടും കൂടെ ചെയ്യാൻ തോന്നിയത് ഇതാണ്. അപ്പം നമ്മൾ ഫുള്ളായിട്ട് നമുക്കിത് എന്ന് പറയുന്നത് കറക്റ്റ് റൗണ്ടോ അല്ലെങ്കിൽ സ്ക്വയറോ ഒന്നും അല്ലാത്തതുകൊണ്ട് എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് ക്രീം ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് അധികം ക്രീമിൻ്റെ ആവശ്യം വരുന്നില്ല, സമയവും ലാഭമാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലാട്ടോ ഫുള്ള് കവർ ചെയ്ത് എടുക്കുന്നത്. അടുത്തായിട്ട് ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ടോപ്പ് ഭാഗമാട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പം പൈപ്പിംഗ് ബാഗിലോട്ട് നമ്മൾ ഡാർക്ക് പിങ്ക് ആട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം ഡാർക്ക് പിങ്ക് എടുത്തതിന് ശേഷം ആ ടോപ്പിൽ നമ്മുടെ ഡോട്ടായിട്ട് നമ്മൾ ക്രീം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ശേഷമാണ് നമ്മുടെ മെയിൻ താരമായ സ്പൂൺ എടുക്കുന്നത്. ഈ സ്പൂൺ എടുത്തതിന് ശേഷം ആ ഡോട്ടായിട്ട് കൊടുത്തിരിക്കുന്നതിൻ്റെ പകുതി പോർഷൻ വെച്ചിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. അപ്പം ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു കളറ് ഡാർക്ക് ടു വൈറ്റിലോട്ട് വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഡാർക്ക് പിങ്ക് ടു വൈറ്റ്. അപ്പോൾ കാണാനും സൈഡ് ഫുള്ള് ഡാർക്കും സെൻറ്ററിലോട്ട് വരും തോറും ലൈറ്റ് കളറുമാട്ടോ വരുന്നത്. അപ്പം ആ ഒരു രീതിയിൽ നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഞാൻ ഇതിന് മുമ്പ് ചെയ്ത കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലൂ വയലറ്റ് ആ ഒരു തീമിലാണ് ചെയ്തത്. അപ്പം ഇത് കുറച്ച് അതും
നല്ല ഭംഗിയായിരുന്നു കാണാൻ. അപ്പം ഇതും ഈ രീതിയിൽ ചെയ്തെടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ടോ കാണാൻ. അങ്ങനെ ഓരോ രീതിയിൽ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. സെൻറ്ററിലോട്ട് വരും തോറും ഒരു ലൈറ്റ് ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ വേറെ ഒന്നും നമ്മളിവിടെ ഒരു നോസിൽ പോലും എടുക്കുന്നില്ല. ജസ്റ്റ് പൈപ്പ് ബാങ്കിൽ ക്രീം എടുത്തിട്ട് ഈ സ്പൂൺ കൊണ്ടാണ് ഈ ഒരു ഡിസൈന് ഫുള്ളായിട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സെൻറ്ററിലായിട്ട് ഞാൻ ആദ്യം ലൈറ്റ് കളർ കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ബട്ടർഫ്ലൈയുടെ ബോഡി വരയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് കാണാൻ പറ്റത്തില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പിന്നീട് അത് ഡാർക്ക് പിങ്കാണ് കൊടുത്തത് കേട്ടോ. അപ്പം അത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഹെഡ് ഭാഗം വെച്ചിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിന് കണ്ണും വായുമൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ ചോക്ലേറ്റ് ഗനാശയാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം കണ്ണും വായും കൊമ്പും ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു പ്രിൻ്റാണ് വെച്ച് കൊടുക്കുന്നത്. അതിന് താഴെയായിട്ട് കുഞ്ഞിൻ്റെ പേരും കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പം ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാര്യം നമ്മൾ പ്രതീക്ഷിച്ചതിലും നല്ല രീതിയിൽ എനിക്കിത് ചെയ്തെടുക്കാൻ പറ്റി. ഇപ്പം മനസ്സിലായില്ലേ, ഒരു സ്പൂണ് മാത്രം ഉപയോഗിച്ച് സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈ തീം ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.